ഇങ്ങനെ പോയാലേ നമ്മുടെ പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല. അവനും അവളും കൂടി പൊട്ടം കളിച്ച് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന സ്വർണം കൂടി തട്ടിയെടുത്തുകൊണ്ട് പോയി. ഇനി നോട്ടം ആ ഇൻഷുറൻസ് പോളിസിയുടെ ക്യാഷിലാ. അതാ ആരും ബർത്ത്ഡേക്ക് വിളിക്കാതിരുന്നിട്ട് പോലും അവള് വിനുവിനെ വിളിച്ചോണ്ട് വന്നത്. എടാ, അമ്മയുടെ സ്വർണം കൊടുത്ത കാര്യം നീ എന്താടാ എന്നോട് പറയാതിരുന്നത്? അതറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഈ പിറന്നാൾ ആഘോഷം കുട്ടിച്ചോടാക്കി തന്നേനെ. രണ്ടെണ്ണം കൂടി. ഹരിതേ, നീയൊന്ന് അടങ്ങ്. എന്റെ രണ്ട് ആങ്ങളമാര് മൊണ്ണകളായി പോയിന്ന് വെച്ചേ ഈ വസന്ത അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് രണ്ടും ചെന്ന് എന്റെ അമ്മായിയമ്മയുടെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ച് പുറത്താക്കിയവളാ ഈ വസന്ത. പിന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ തമ്മിൽ യാതൊരു മിണ്ടാട്ടവും ഇല്ല. കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ചത് കൊണ്ട് അവർക്കൊട്ടും മിണ്ടാനും പറ്റിയിട്ടില്ല. ആ പിഴച്ച മീനാക്ഷിയെ കിട്ടിയപ്പോ എന്തോ സ്വർഗം കിട്ടിയ പോലെ അവന്. അവന്റെ സ്വർഗം ഞാനിന്ന് നരകാക്കും. പ്രകാശേട്ടൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാ. അന്നാ സ്വർണമോഷണ ഡ്രാമ നടത്തി അവനെ അവളെ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നും അവൾ ഇവിടെ പുറത്തേനെ. ഈ വീടിനകത്ത് കയറാൻ അവളുടെ അനുവാദം ചോദിച്ചു നിൽക്കേണ്ടി വന്നേനെ നമുക്കൊക്കെ. അത് ശരിയാ ഹരിത പറഞ്ഞത്. അയ്യേ, അല്ലേലും നിനക്ക് ഈയിടെയായിട്ട് ഇവള് പറയുന്നതാണല്ലോ ശരി.